ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, പുതിയൊരു ദിവസത്തിൻ്റെ, പുതിയൊരു ഞായറാഴ്ചയുടെ, പുതിയൊരു സാബത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ മുന്നിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് വളരെ വ്യക്തമാക്കുന്ന ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലെ 1-ാം അധ്യായം 1-ാം തിരുവചനം: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. വളരെ വ്യക്തമായിട്ട് ദൈവം സങ്കീർത്തനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നീ ഭാഗ്യവാനാകണമെങ്കിൽ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാൻ നടക്കരുത്, പാപത്തിൻ്റെ വഴിയിലൂടെ നീ നടക്കരുത്, ലോകത്തിൻ്റെ മുന്നിൽ പരിഹസിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പീഠങ്ങളിലിരിക്കരുത്. പിന്നെയോ നീ എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് പാപത്തിൽ നിന്ന് വിട്ടകന്ന് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് ചരിച്ചാൽ നീ ദൈവസന്നിധിയിൽ ഭാഗ്യവാനായിരിക്കും. ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ആ ഭാഗ്യവാന്മാരുടെ മാർഗങ്ങൾ ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് അവനെ ദൈവം സംരക്ഷിക്കും. ദുഷ്ടന്മാർ നാശത്തിലേക്ക് പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഭാഗ്യമായിരിക്കുന്നവൻ അനുഗ്രഹത്തിലേക്ക് നടക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഒരു ഭാഗ്യവാനായിരിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ നേരുന്നു. ഇന്ന് കർത്താവ് നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കട്ടെ. എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ തരട്ടെ. ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കട്ടെ. നിങ്ങളിൽ എന്തെല്ലാം തിന്മയുടെ ഉപദ്രവങ്ങളുണ്ടോ, നിങ്ങൾ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ദൈവം ഒരു വിടുതൽ തരട്ടെ. അങ്ങനെ നിങ്ങളൊരു ഭാഗ്യവാനായി മാറുവാൻ ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.